ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളിന്ന് സരസ് മേള കാണാൻ പോവാണ്. നമ്മളവിടെ ഒരുപാട് ഐറ്റം ഫുഡുകളും അതേപോലെ തന്നെ പലതരം നമ്മൾ കാണാത്തയും കേൾക്കാത്തൊക്കെ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര പോവാണ്. നമ്മൾ ബസ്സിലാണ് യാത്ര പോകുന്നത്. ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി യാത്ര പോകുന്ന ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ യാത്രയിൽ കുറേ ഡാൻസും പാട്ടും അതേപോലെ തന്നെ എല്ലാവരും പറ്റുന്ന രീതിയിൽ എല്ലാതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തുള്ള ജസ്റ്റ് ഒരു കാഴ്ചകളും കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. എല്ലാ കാഴ്ചയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ നമുക്ക് സരസ് മേളയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീച്ചാണ് ആ കാണുന്നത്. ബീച്ചിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് സരസ് മേള വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എൻട്രി ഫീസ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കടന്നു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ എത്തിയതിന് ശേഷം അതിലോട്ടുള്ള കവാടം കിടക്കുകയാണ്. അപ്പം ഞങ്ങളെ കൂടെ ഒരുമിച്ച് ഒരുപാട് ആളുകളുണ്ട്. അവിടെ ചെന്നാൽ നമ്മൾ എങ്ങനെയാലും കൂട്ടം തെറ്റും. അപ്പോൾ നമ്മൾ ഓരോ ആളുകളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിത് ഫസ്റ്റിൽ ചെല്ലുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഇതേപോലെ ഓരോ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞ കണ്ടുള്ള സ്ഥലത്ത് വെച്ച് കുറേ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കുട്ടികൾക്ക് പറ്റിയ ഗെയിമുകളും അതൊക്കെ ഒരുപാടുണ്ട്. കുറേ സ്ഥലങ്ങളും കുറേ അവാർഡ് കിട്ടിയതും അതേപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ ബോർഡ് കാണുമ്പോൾ മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ബാക്കിലുള്ള ആളുകൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല. ഇതൊരു ഗെയിമാണ്, കുട്ടികൾക്കുള്ള ഗെയിമാണ്. ഇത് നമ്മൾ ലഹരി വിമുക്ത ഇതിനുമായി ബന്ധപ്പെട്ടുള്ളൊരു ഗെയിമാണ്. ഈ ചുവപ്പ് അക്കങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിക്കാണ്. നമ്മളെ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒരു ഗെയിമാണ്. ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആരാണ് ചെയ്യുന്ന അവർ വിന്നറാവും. അപ്പോൾ ഞങ്ങളിത് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് സ്കോർ 500 പക്ഷെ ഞങ്ങളാണ് ജയിച്ചത്. 658 അങ്ങനെ ഓരോ ഗെയിമുകൾ ഇങ്ങനെ ഉണ്ടാവും. അതൊക്കെ കുട്ടികൾക്ക് നല്ല രസമാണ്. എവിടെയും 1 രൂപ നമുക്ക് കാശ് കൊടുക്കണ്ട. ഫുഡിൻ്റെ സ്ഥലത്ത് മാത്രം നമ്മൾ കാശ് കൊടുത്താൽ മതി. അത് നമുക്ക് പല വിധത്തിലുള്ള ഫുഡുണ്ട്. ഇത് നമ്മൾ ഓരോ സ്ഥലങ്ങളും ഇപ്പോഴത്തെ കുട്ടികളൊന്നും നെല്ലൊന്നും കാണാൻ കിട്ടാറില്ലല്ലോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നെല്ലും പാടമൊക്കെ ആയിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോസിൽ പറ്റിയ രീതിയിലുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളവിടെ പോയി കാണാൻ ഒരു 2 ദിവസം കൂടിയുള്ളൂ. 13-ാം തീയതി അവസാനിക്കുന്ന പറഞ്ഞത്. അപ്പം എല്ലാവരും ഇന്ന് തന്നെ പോയി നോക്കുക. ഇന്ന് നാളെയും കൂടിയൊക്കെ ആയിട്ടുള്ളൂ അവിടെ ഉണ്ടാവുക. അപ്പോൾ 13-ാം തീയതി ഇത് അവസാനിക്കുന്ന പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഈ ചട്ടി പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ കളിമണ്ണ് കൊണ്ടുള്ള, അതിൻ്റെ ഒരു ഇതാണ്. ഇതൊന്നും നമ്മളൊന്നും കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതേപോലെ തന്നെ ഓരോ തരം റോഡുകളെ കുറിച്ചിട്ടും പല രീതിയിലുള്ള നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ വിഷ്വൽ സഹിതം അവർ കാണിക്കുന്നുണ്ട്. അത് പിന്നെ അതുപോലെ തന്നെ അവർ ഇതിങ്ങനെ ഓരോ പാലങ്ങൾ ഉണ്ടാക്കിയതും ഇതൊക്കെ അവരിത് തെർമോക്കോളിലും അതേപോലെ വരച്ചിട്ടൊക്കെ കാണിച്ചിട്ട്, തെർമോക്കോളല്ല തോന്നുന്നത്, മരത്തിലെന്തോ ചെയ്തിട്ട് കാണിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇതേപോലെ കുറേ ആളുകൾ കണ്ട ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാരിൻ്റെ കുറേ സംഭവങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിത് ഓരോരുത്തർ വായിക്കുന്നവർ ഇങ്ങനെ വായിച്ച് ആക്കത്തിൽ അങ്ങനെ കണ്ടുപോകുന്നവരുണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ളവരൊക്കെ സ്പീഡിൽ ഇങ്ങനെ ഞങ്ങളാണെങ്കിൽ വിശന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ചെയ്ത് ഇതൊന്ന് പെട്ടെന്ന് കണ്ടുപോയിട്ട് ആദ്യം ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ വീണ്ടും കാണാൻ വന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് കാണാനുണ്ട്, ഇഷ്ടം പോലെ. അപ്പം നമുക്ക് 1 രൂപ കൊടുക്കാതെ തന്നെ നമുക്ക് എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കാനും കുട്ടികൾക്കായാലും നമുക്കായാലൊക്കെ ഒരുപാട് അറിവുകൾ കിട്ടാനുള്ള സ്ഥലം കൂടിയുണ്ട്. ചില ഗെയിമുകളൊക്കെ കുട്ടികൾ കളിച്ച് നോക്കുന്നുണ്ട്. ഇനി ഇവിടെ എത്തിയപ്പോൾ 1-2 ഗെയിം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാമെന്ന് കരുതി. കായിക കേരളം എന്നുള്ളൊരു സ്ഥലമാണ്. അവിടെ ഈ ഇതിമ തട്ടാതെയാണ് നമ്മൾ ഈ ഇത് കളിക്കേണ്ടത്. ഇതിമ തട്ടി കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ സൗണ്ട് വരും. അങ്ങനെ അപ്പോൾ കണ്ട ഇവിടെ തട്ടിയപ്പോൾ ഓഫായി. ഇനി അടുത്ത ആളുകൾ ട്രൈ ചെയ്യണം. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് അവരെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും പല രീതിയിലുള്ളുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ അമ്പയ്യാണ്. അത് സെൻറ്ററിൽ പോയി കുത്തി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജയിക്കും. 3 കിട്ടിയിട്ടില്ല.
നമ്മൾ ട്രൈ ചെയ്യുക ഗെയിമുകളല്ല, പിന്നെ വിവരസാങ്കേതിക വിദ്യയെ കുറിച്ചിട്ടുള്ളതും അക്ഷയൻ്റെ പ്രൊജക്റ്റും BSNL കാർഡ് പല സിമ്മൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക, പല തരത്തിലുള്ളത് അവിടെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഇത് BSNLൻ്റെയാണ്, അവിടെയൊക്കെ ഫ്രീ ആയിട്ട് സിമ്മ് കൊടുക്കുന്നുണ്ട്. നല്ല ഓഫറും ഉണ്ട് കേട്ടോ സിമ്മിനൊക്കെ. പക്ഷെ നാളെയും കൂടെ ഉള്ളൂ, 13-ാം തീയതി വരെ ഉള്ളൂ. ഇത് വേറൊരു ഗെയിമാണ്. ഇതിൽ നമ്മൾ ഇതിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവൻ പറഞ്ഞത് പ്രേതത്തെ പോലെയൊക്കെ കാണുന്നുണ്ടെന്നാണ്. നമ്മളൊന്നും അതിൽ കൂടുതൽ ടൈം വെച്ചിട്ടില്ലല്ലോ. കുറേ കുട്ടികൾ കൂടുതൽ ടൈം വെക്കുന്നുണ്ട്. പേടിയുള്ള കുട്ടികളൊന്നും അധികം സമയം വെക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കുട്ടികൾക്കുള്ളതായതുകൊണ്ട് നമ്മളൊന്നും നോക്കിയിട്ടില്ല. ഇനി അതേപോലെ നമ്മൾ അടുത്തതായിട്ട് IT മിഷൻ്റെ പല പല കാര്യങ്ങളാണുള്ളത്. ഇത് ഒരു സംഭവമാണ്. അടുത്തതായിട്ട് നമ്മളുടെ ഫോണ് നമ്മൾ സ്കാൻ ചെയ്യുക, നമ്മളെ ഫോൺ നമ്പർ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ, അതേപോലെ ഇമെയിൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് പോകുന്നത്. ടൈമില്ല, നല്ല തിരക്കാണ്. അപ്പോൾ ഫോൺ അത് ഹാങ് അയക്കണം. അപ്പം നമുക്ക് അതിൻ്റെ അവസരമൊന്നും അവിടെ ഇല്ല. അപ്പം ഹാങ് ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് വേറെ തിരിച്ച് പിന്നെ അവിടുന്ന് ഇങ്ങനെ പോവുകയാണ്. പോയി നമ്മൾ ഓരോ സ്ഥലങ്ങളെത്തുമ്പോഴും പ്രത്യേകം ഇങ്ങനെ നമുക്ക് കണ്ണിൽ നോട്ട് ചെയ്യാൻ പറ്റിയതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ച്, അതേപോലെ തന്നെ നമ്മൾ ഹരിത കർമ്മസേനൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ വേറെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മൃഗങ്ങൾക്കും ഇവർക്കൊക്കെ പറ്റിയ തീറ്റകൾ പല ഐറ്റം, പിന്നെ കോഴിനെ വളർത്തുന്നവർക്കാണെങ്കിൽ അവർ ഈ 13-ാം തീയതി ബുക്ക് ചെയ്യണേ ഫ്രീ ആയിട്ട് അതിനെ എത്തിച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടും കോഴിയൊക്കെയും അങ്ങനെയുള്ള സംഭവമുണ്ട്. ഇത് പിന്നെ വേറെ സ്കൂളിലുള്ള കുട്ടികളാണ്. അവരിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണ്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അവരുടെ ഈ ആങ്കറിങ് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഇത് നമ്മുടെ ഹരിത കർമ്മസേനയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ പറഞ്ഞ് ഞങ്ങൾക്ക് അതേപോലെ നെയ്സ്ലിപ്പാണ് സമ്മാനമായിട്ട് അവർ തന്നത്. ഇനി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇത് കൂടുതൽ വീഡിയോ ലെങ്തായി പോയിച്ചിട്ടാണ് എല്ലാ ഭാഗങ്ങളും കാണിക്കാതിരുന്നത്. നമുക്ക് പറ്റുന്നത്ര നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കുമല്ലോ, വീഡിയോ കൂടുതൽ ലെങ്തായി പോയാലേ. അപ്പം നമ്മൾ പറ്റുന്നത്ര ഉൾക്കൊള്ളിച്ച് കണ്ട് എടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് +2 കഴിഞ്ഞവർക്ക് ഈ ജോലി സാധ്യതയെ കുറിച്ചിട്ടൊക്കെ അവർ നല്ലവണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ കോളേജിൻ്റെ കീഴിലുള്ള ഇതും വികസന കാർഷികത്തിൻ്റെ അതുണ്ട്. പിന്നെ പലതരത്തിലുള്ള വിത്തുകളുണ്ട്, പലതരത്തിലുള്ള ഫുഡുണ്ട്. അതേപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ അവർ തന്നെ ഉണ്ടാക്കിയ ഐസ്ക്രീമാണ്, അവർ തന്നെ ഉണ്ടാക്കിയ ഐസ്ക്രീമാണെന്ന് പറഞ്ഞ്. അപ്പം അതൊന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട്. അത് പലതും നമുക്ക് അവിടെ കാണാൻ കേട്ടോ. നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റൂല. പിന്നെ എണ്ണങ്ങാടി, പിന്നെ ഓരോ രാജ്യത്തെ ഓരോ ഐറ്റംസ് സാധനങ്ങളാണ് ഇവിടെ കാണുന്ന. ആന്ധ്രാപ്രദേശ് അതിൻ്റെ ഒരു ഭാഗം തന്നെ ഉണ്ട്. പിന്നെ ഹരിയാന, പഞ്ചാബ്, ഇങ്ങനെ പല സ്ഥലത്തും പല രീതിയിലുള്ള നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. ഡ്രസ്സിൽ തന്നെ പല പല വിധമുണ്ട്. അപ്പം ഞങ്ങളൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരാൻ വിചാരിച്ച് വന്നപ്പോൾ ഫുഡിൻ്റെ സ്ഥലത്ത് പോയപ്പോൾ അതിലേറത് ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ഹരിയാന, പഞ്ചാബ് പല തരത്തിലുള്ള ഫുഡുകളാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ ഉത്തരാഖണ്ഡിൻ്റെയാണ് ഫുഡ് കഴിച്ചത്. ഉത്തരാഖണ്ഡിൻ്റെ നെയ്ച്ചോറും അതേപോലെ തന്നെ നമ്മളവിടുത്തെ നെയ്ച്ചോറിൻ്റെ പോലെ അല്ല കേട്ടോ അവിടെ ഉള്ളത്. അവർ വലിയ ജീരകം ചേർത്തിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ച് പെട്ടെന്ന് തന്നെ പോകുന്നത് അവിടുന്ന്. ഞങ്ങൾ ഇതേപോലെ അവിടെ കുറേ സ്ഥലങ്ങൾ കാണാത്തുണ്ടായിരുന്നു, അതും കൂടി കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള മരത്തിൻ്റെ കുറേ ഓരോ സ്ഥലങ്ങൾക്കുള്ളവർക്ക് ഓരോ വ്യത്യാസം. ഇത് വയനാട് ഏരിയയിലുള്ളവരിതാണ്. കണ്ട പായൻ്റെ ബാഗ്, ചെരുപ്പ് എല്ലാം ഇതുണ്ട്. പായ കൊണ്ടുണ്ടാക്കിയ, മരം കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് വാങ്ങാൻ കഴിവില്ലെങ്കിലും നമുക്കതൊക്കെ ഒന്ന് കണ്ട് പോരുകയാണെങ്കിലും നല്ല രസമാണ്. ഇത് കണ്ണൂരിൻ്റെ ഭാഗത്തുള്ള ഓരോ സ്റ്റേറ്റുകൾ മാറിനനുസരിച്ചുള്ള നമ്മുടെ ഡ്രസ്സിലായാലും സാധനങ്ങളിലായാലും പാത്രങ്ങളിലായാലും ഒക്കെ മാറ്റങ്ങളുണ്ട്. ഇത് മലപ്പുറം ഏരിയ. ഞങ്ങൾ എല്ലാ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റും ഉണ്ട്, പിന്നെ നല്ല ഗുണമേന്മയുള്ള സാധനങ്ങളാണ്. അതേപോലെ തന്നെ ഇത് അച്ചാറിൻ്റെതാണ്. ഓരോ കാസർഗോഡിൻ്റെയാണ്. പിന്നെ ഓരോ സെക്ഷനാക്കിയിട്ട് ഓരോ തിരിച്ചേക്കാണ്. മലപ്പുറം, കാസർഗോഡ്, കൊല്ലം, ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് ലെവലിലായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതേപോലെ തന്നെ ബാഗുകളാണ്. ഓരോ രാജ്യത്തിൻ്റെ
ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ രാജ്യത്തുമായി ബന്ധപ്പെട്ടുള്ള ഈ സാധനങ്ങളാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമുക്ക് എത്ര കണ്ടാലും മടുക്കൂല, അത്രത്തോളം നല്ല വില കുറവുണ്ട് കേട്ടോ. അതുപോലെ മൺപാത്രത്തിന്റെ പല ഐറ്റംസ് നമുക്ക് ഇങ്ങനെ കണ്ടാലും മക്കളായിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റം ഓരോ രീതിയിലുള്ളതൊക്കെ കാണിച്ചു കൊടുക്കാനും, നമുക്കിപ്പോൾ കാണാൻ പൈസ ഒന്നും വേണ്ടല്ലോ, നമ്മളെന്തെങ്കിലും വാങ്ങിക്കുക, കാണുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക, അതൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടമാണല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതേപോലെ പോയി കാണുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. 13-ാം തീയതി വരെയുള്ള അവസരം. അപ്പം ₹1 നമുക്ക് ചിലവാക്കാതെയാണ് നമുക്ക് ഈ അവസരം കിട്ടുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും പോയി കാണാം. പല രീതിയിലുള്ള പാത്രങ്ങൾ കണ്ട പാലക്കാട് ഏരിയയിലാണിത്. ഇത് പാലക്കാട് സെക്ഷനാക്കിയിട്ട് അതേപോലെ കോഴിക്കോട് സെക്ഷന് ഓരോ ഇതിങ്ങനെ സെക്ഷനാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പം തന്നെ നമുക്കറിയാം അവരുടെ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കൂടുതലും നമുക്ക് ഡ്രസ്സൊക്കെയാണ് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും ഓരോ രാജ്യക്കാരുടെ ഐറ്റംസ്. ഇത് ഇതേപോലെ പല തരത്തിലുള്ള പൊടികളാണ്, മില്ലറ്റുകളായിട്ട്. ഞങ്ങൾ ഇതേപോലെ ചായപ്പൊടി വാങ്ങി ഹരിയാനൻ്റെ ഭാഗത്തുനിന്ന്. ഇത് ബാഗുകളാണ്, ഹരിയാനൻ്റെ ആളുകളെ ബാഗാണ്. ഇത് കണ്ട ഡ്രസ്സ് നല്ല അടിപൊളി ചുരിദാർ ബിറ്റ്. നമ്മളവിടെ ഭയങ്കര റേറ്റാണ്, അവിടെ നിന്ന് അത്ര റേറ്റില്ല, 999 അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ബിറ്റുകളുണ്ട്, നല്ല രസമുണ്ട്. കണ്ടാ 999 നമുക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് 2000-3000 ഒക്കെ കൊടുക്കേണ്ടി വരും ഓരോ ബിറ്റുകൾക്കും. അപ്പം നിങ്ങൾ ഇതേപോലെ ഇന്ന് തന്നെ പോവുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെരുപ്പ് കണ്ടപ്പോൾ മനസ്സിലായി ഹരിയാനേൻ്റെ അവരുടെ ചെരുപ്പുകളാകുമ്പോൾ പ്രത്യേകതര ഓരോ രാജ്യത്തെ ഓരോ രീതിയിലാണ് ഐറ്റംസൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സരസ്മേളയിൽ പോയാലാണ് ഇങ്ങനെ നമുക്ക് എല്ലാവരുടെയും ഒരുമിച്ചിട്ട് കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഭക്ഷണമായാലും എല്ലാ രാജ്യക്കാരുടെ ഭക്ഷണം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ട അവരിങ്ങനെ വെച്ച് കാണിച്ചു തരികയാണ് ഓരോ ഡ്രസ്സുകളും. ഭക്ഷണത്തിന് നമുക്ക് ഫുഡിന് നമുക്ക് പൈസ കൊടുക്കണം കേട്ടോ, വേറെ ഉള്ള ഒന്നിനും നമുക്ക് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഒരുപാട് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അത്ര ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പലതരം കത്തികളാണ്, ഇടുക്കിയിലുള്ളതാണിത്. അതേപോലെ ഇടുക്കിയിൽ തന്നെ ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഉണ്ട്. എല്ലാവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ ജോലികളായിട്ട് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ചൂലാണ്, ചൂല്, മുറം, ഇങ്ങനെയുള്ള ഐറ്റംസാണ്. അതേപോലെ തന്നെ നമുക്ക് പണ്ടത്തെ കാലഘട്ടങ്ങളിലുള്ള എല്ലാ ഐറ്റംസും ഈ സ്ഥലത്തുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കണ്ടിരുന്ന അതേ സാധനങ്ങൾ അത് ഇവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഡ്രസ്സിന്റെ പ്രത്യേകം പറയണേ, ചില സ്ഥലത്ത് ഡ്രസ്സിന് കുറച്ച് 1200 തന്നെ, ചില സ്ഥലത്ത് 999. ഇത് ഗോവയത്തെയാണ്. ആ ഭാഗത്തെത്തിയപ്പോൾ കണ്ട നല്ല അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കാണാൻ പറ്റുന്നത്. ഗോവ ഭാഗങ്ങളിലെത്തിയപ്പോൾ ഇത് തിരുവനന്തപുരം ഭാഗമാണ്. അവിടെ നമുക്ക് അവരുടെ രീതിയിലുള്ള കുറെ സാധനങ്ങൾ നല്ല രസമായിരുന്നു കാണാൻ. എത്ര കണ്ടാലും നമുക്ക് മടുക്കൂല. പക്ഷെ നമുക്ക് ടൈം പരിമിതി കൊണ്ട് നമ്മൾ പെട്ടത് ഗുജറാത്തിന്റെ ഏട്ടാ. അപ്പം അവരുടെ ഒരു ഇത് കണ്ട ഒരു വൈറ്റിൽ ഒരു ക്രീം കളറിലൊക്കെ ആയിട്ട് അവരുടെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഓരോരുത്തർ ചില ആളുകളുടെ ഡ്രസ്സ് കണ്ട പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് അതേപോലെ തന്നെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്ന പല വിധത്തിലുള്ള സാധനങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ ആരാധിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കുള്ള ഐറ്റംസ് ഉണ്ട്. പല രീതിയിലും വിളക്ക് അതൊക്കെ ഉണ്ട് ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്ന. അതേപോലെ അച്ചാറ്, പല ഐറ്റംസ്. നമ്മൾ അവിടുന്ന് ഇതേപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കടൽ തീരത്തൊന്ന് പോകാൻ വിചാരിച്ച്. കുറേ ആളുകൾ അതിൻ്റെ ഉള്ളിലാണ്. കഴിഞ്ഞവരൊക്കെ ഇങ്ങനെ കടൽ തീരത്തൊക്കെ പോയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കണ്ടുപോകുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലുള്ള ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പം നമ്മൾ അവിടുന്ന് തിരിക്കുകയാണ്. തിരിച്ച് വരുമ്പോൾ അവിടുന്ന് കണ്ട ജസ്റ്റ് ഒരു വീഡിയോ എടുത്തെന്നുള്ളൂ. നമ്മളെ ബീച്ച് കാണാൻ ഭയങ്കര രസമുണ്ട്. ആ നേരമായപ്പോൾ വൈകുന്നേര സമയങ്ങൾ നല്ല ഭംഗിയുള്ള കാണാൻ. അപ്പം നമ്മൾ അവിടുന്ന് തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. അപ്പോൾ നമ്മൾ യാത്രയിലുള്ള ഒരു ഇതാണ് ജസ്റ്റ് ഒന്ന് കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.